ബ്ലാസ്റ്റ് ആബ്സല്യൂട്ട് തിയേറ്ററിൽ കത്തിക്കൽ പടം. ഞാൻ എൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ തമിഴ് പടങ്ങൾ തിയേറ്ററിൽ പോയി കുറേ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ തന്നെ ഈ പറഞ്ഞ നമ്മളുടെ ടയർ 1 ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ സൂര്യ, വിജയ്, തല, രജനീകാന്ത് ഇവരുടെയൊക്കെ പടത്തിനാണ് എപ്പോഴും നമ്മളൊരു FDFS അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഒക്കെ ഭയങ്കര ഹൗസ്ഫുൾ കാണുന്നത്. പക്ഷെ ഈ പടത്തിന് തിയേറ്റർ നിറച്ച ആള്, ആ ഓളത്തിൽ ഈ പടം കണ്ടാൽ അന്യായം ഈ ലോജിക്കൊക്കെ എടുത്തുകൊണ്ട് തോട്ടിക്കളയുക. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കഥ ഒരു ചെറിയൊരു സാധനമാണെങ്കിൽ പോലും അത് എഴുതി പിടിപ്പിച്ചേക്കുന്ന രീതി, അപ്പോഴത്തെയാണ് പരിപാടി മൊത്തം ഇരിക്കുന്നത്. അദ്ദേഹം ഒരു മാജിക്. ആ സാധനമാണ് ഈ പടത്തിൽ ബ്ലാസ്റ്റിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ, പുള്ളിയുടെ തിയേറ്ററിൽ പോയി കണ്ട പടങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ കുറവാണ്. പക്ഷെ എനിക്ക് ഒന്ന് മങ്കാത്തയൊക്കെ കണ്ടാലേ, പിന്നെ 1-2 മലയാളം പടത്തിലും, പക്ഷെ പുള്ളിയുടെ പണ്ടത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പെർഫെക്റ്റ് കാസ്റ്റിംഗ്. കാരണം ഒരു കരാട്ട ഫാമിലി അതിൽ പുള്ളി വന്ന് നിൽക്കുമ്പോഴേ നമുക്കൊരു സാധനം കിട്ടും. അമ്മാര് മൂടിലാണ് പുള്ളി ആ സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അഭിരാമി, നമ്മുടെ പ്രീതി മുകുന്ദൻ, നമ്മുടെ സർവ്വമായിലൊക്കെ ഉണ്ടായിരുന്ന അവർ ആക്ട്രസ്, ഇവർ ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കരാട്ട ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ആ രീതിയിൽ ചെയ്ത സമയത്ത് നമുക്കിത് കൺവിൻസ് ആകണം. കാരണം ഇവർ ഇപ്പോൾ ലേഡീസ് ഒത്തിരി പേര് ഫൈറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാം ഒന്നും നമുക്ക് അത്ര കൺവിൻസിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഇവരുടെ ഫിസിക്കൊന്നും അല്ല, അവരാ ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരിടിക്കുമ്പോൾ നമ്മളൊരു കിൻഡലടിയിൽ ആ സാധനം ഫീൽ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ എഴുത്തിൻ്റെ മേന്മ മാത്രം അല്ല നമുക്ക് ഒരിക്കലും അത് കണക്റ്റ് ആവത്തില്ല. അങ്ങനെ ആ സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്കൊന്ന് ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പടം. അതായത് എന്താ പറയണ്ടേ, നമുക്ക് ഒരു ഹൈ ഓഡിയൻസും എല്ലാം ഉണ്ടെങ്കിൽ ഈ പടത്തിന് കിട്ടുന്ന ഒരു ഹൈ ഭയങ്കര വലുതാണ്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ കമ്പനിക്കാരൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ആ ലെവൽ സാധനം അവർക്ക്. അതായത് തിയേറ്ററിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. കാരണം ഈ പറഞ്ഞ പോലെ ഇത് വളരെ കുറച്ച് തിയേറ്ററിലേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു വിത്തിനൊരു 3 days പടം മിക്ക തിയേറ്ററിലും വരും. ആ ലെവലിലുള്ള റെസ്പോൺസ് അവിടുത്തെ. കാരണം അതിനുള്ള സാധനം ഉണ്ട് ഇതിനകത്ത്. ഈ പടത്തിനകത്ത് ഈ പറഞ്ഞ പോലെ ഇവർ 3 പേര് മാത്രമല്ല, ഈ അവൻ്റെ വില്ലന്മാരാണെങ്കിലും എല്ലാത്തിലും എല്ലാ രീതിയിലും. ഇപ്പോൾ ഒരു വില്ലൻ എലവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കുറേ മാസും മ്യൂസിക്കും അല്ലേ, ഒരു സാധനം ബിൽഡ് ചെയ്ത് വെക്കുകയല്ലേ. അങ്ങനെ 1 by 1 എല്ലാത്തിലും കൺവിൻസ് ചെയ്ത്, ഈവൻ ഈ പറഞ്ഞ ഇവരെന്തുകൊണ്ട് ഇവർ ഇടിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഇടിക്ക് പോലും നമുക്ക് സാധനം ഇത് ഇവർ കൊടുക്കുന്ന ഇടിയാണ്. ആ സാധനം കിട്ടുന്നതിൽ അവർ ചെയ്തു വെച്ചേക്കുന്നത്.